ഇതിനു മുന്നേ ഒരു കണ്ടന്റ് ചെയ്തിരുന്നു, കറണ്ട് പോയാൽ സോളാർ വർക്ക് ചെയ്യുന്നു. കറണ്ട് പോയാൽ സോളാർ വർക്ക് ചെയ്യില്ല. പക്ഷേ ഇപ്പോ ഈ സിറ്റുവേഷനിൽ ചൂട് ഭയങ്കര കൂടുതലാണ്. കൂടാതെ AC-യുടെ ഉപയോഗം മൂലം KSE റെക്കോർഡിലെത്തി നിൽക്കാണ് യൂണിറ്റ് ഓഫ് കൺസംഷൻ. സർക്കാർ ദിവസേന അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ചൂടത്ത് നമ്മൾ എങ്ങനെ ലോഡ് ഷെഡിംഗ് കൂടെ താങ്ങും? പറ്റില്ല. സോ റിതം സോളാർ ഹൗസ് ഹോൾഡുകൾക്ക് വേണ്ടിയിട്ട് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ആണ് സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് ഇറ്റ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പക്ഷേ ഇപ്പോഴത്തെ ഈ പവർ കട്ടിന്റെയും ഉയർന്ന ചൂടിന്റെയും AC കൺസംഷന്റെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ഹൈബ്രിഡ് സിസ്റ്റം ആണ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടിരിക്കുന്നത്. അതായത് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് അറ്റ് എ ടൈം പാനലിലേക്കും വൈദ്യുതി കൊടുക്കുന്നതാണ്, പ്ലസ് ബാറ്ററിയിലും സ്റ്റോർ ചെയ്യും. സോ ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന വൈദ്യുതി നമുക്ക് പവർ കട്ട് സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഹൈബ്രിഡ് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് അറിയാനോ ഇതിന്റെ വില വിവരങ്ങൾ അറിയാനോ ഫ്രീ സൈറ്റ് വിസിറ്റ് ബുക്ക് ചെയ്യാനും ഇപ്പോൾ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.